ഇങ്ങനൊരാള് ഈ ഭൂമുഖത്ത് ജീവിച്ചിരിക്കുന്നു. ആത്മഹത്യ ചെയ്യാം എന്നുള്ള ഒരു രീതിയിൽ വരെ ഞാനും എന്റെ അച്ഛനും അമ്മയും എത്തിയതാണ്. ട്രെയിനിന്റെ മുന്നിൽ നമുക്ക് തീർക്കാം. ഒരു നാഴി അരി അച്ഛൻ മേടിച്ചോണ്ട് വരുന്നത് കാത്ത് ഞങ്ങൾ ഇരുന്നിട്ടുണ്ട്. കാരണം വീട്ടിൽ വേറെ ഇല്ല. റെയിൽവേയുടെ ഗുഡ്സ് വരുമ്പോ അരിച്ചാക്കുകൾ ഇറങ്ങും. അപ്പൊ അവരൊരു കൊളുത്തിട്ടിട്ട് ഇങ്ങനെ പൊട്ടിക്കുമ്പോ ആ കൊളുത്തിന്ന് അരി വീഴും. അത് പെറുക്കി അമ്മയ്ക്ക് മുറത്തിൽ ചേർല പണി. നിലത്തുനിന്ന് എടുത്തതല്ലേ, കല്ലുണ്ടാവും, മണ്ണുണ്ടാവും, ഒക്കെ ഉണ്ടാവും. നമുക്ക് പക്ഷെ വേറെ വഴിയില്ല. 18ാമത്തെ പിറന്നാള് കഴിഞ്ഞപ്പോ അച്ഛൻ മരിച്ചു. പക്ഷെ ആ ജോലി എനിക്ക് കിട്ടി. വല്യമ്മ വല്യച്ഛൻ എന്ന് പറയാൻ എനിക്ക് താല്പര്യമില്ല. ശരിക്കും എൻ്റെ അമ്മ നോർത്ത് ഇന്ത്യൻ ആണ്. അച്ഛൻ എൻ്റെ അച്ഛൻ്റെ അനിയനാണ്. അനിയന്റെ മകളാണ് ഞാൻ. ശരിക്കും 10 വർഷമൊക്കെ ആയിട്ടുണ്ട് മക്കളില്ലായിരുന്നു. അപ്പൊ അനിയൻ പറഞ്ഞു, ഈ മോള് ചേച്ചിക്കുള്ളതാ, വിഷമിക്കരുത്. എന്റെ ശരിക്കുള്ള എനിക്ക് ജന്മം നൽകിയത് മമ്മിയും പപ്പയും. ഇവർ രണ്ടുപേരും എൻ്റെ അച്ഛനും അമ്മയും. നാട്ടുകാർ കാണാൻ ഉള്ള ഉടുപ്പ്, കഴുകി വെച്ച ഉടുപ്പും കൂടി കഴുകി ഞാൻ അഴയിലിടും. ആൾക്കാർ കാണാൻ. എനിക്ക് മോള് വന്നില്ല. 13 വർഷമായിട്ടപ്പോഴേക്കും. ഇപ്പൊ നമ്മളൊരു അമ്മ വിളി കേൾക്കാൻ ഒരുപാട് കൊതിച്ചിട്ടുണ്ട്. ഇപ്പൊ അതിനു വേണ്ടി ഒരുപാട് പിള്ളേരെ ഞാൻ വളർത്തിയിട്ടുണ്ട്. വളർത്താത്ത പിള്ളേരില്ല. എന്റെ വീട്ടിലായിട്ടും അച്ഛന്റെ വീട്ടിൽ 25 പിള്ളേരെങ്കിലും നമ്മൾ വളർത്തിയിട്ടുണ്ട്. അമ്മയ്ക്ക് ആ ഒരു അസുഖത്തിന്റെ പേര് പറയാൻ താല്പര്യമില്ല. ഇപ്പൊ സ്റ്റേജ് 4 ആണ്. അവിടെയാണ് എന്നെ ഏറ്റവും കൂടുതൽ അമ്മ ഞെട്ടിച്ചു കളഞ്ഞൊരു സംഭവം. കാരണം ഞാനൊക്കെ തകർന്നു പോയി. ബന്ധങ്ങൾ ശിഥിലമാകുന്നിടത്തുനിന്ന് ഒരു മനോഹരമായിട്ടുള്ള ഒരു ജീവിത കഥ കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. എന്നോടൊപ്പം ഉള്ളത് ദിവ്യയും ദിവ്യയുടെ അമ്മയാണ്. നമസ്കാരം. അമ്മയുടെ പേരെങ്ങനെയാ? സുമതി അമ്മ. ദിവ്യ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഒരു കഥ കേൾക്കാനുണ്ടെങ്കിൽ തൃശ്ശൂർക്ക് പോരാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു വരാന്ന് പറഞ്ഞു. അമ്മ ആ കഥയെന്ന് പറഞ്ഞു. ഇപ്പോഴത്തെ ഇതില് ഈ അമ്മേനെ ഒന്ന് പരിചയപ്പെടുത്തണം എന്ന് വലിയൊരാഗ്രഹമായിരുന്നു എൻ്റെ. ഇല്ല അതിപ്പോ ഇപ്പൊ മാറും. സങ്കടപ്പെടുന്നതൊക്കെ കൊള്ളാം. ഇപ്പുറം ഇരിക്കുന്ന ഞാൻ ഭയങ്കരമായിട്ട് അപ്പുറമാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ആൾക്കാരുടെ ഒപ്പം കണ്ടു തുടങ്ങി. എനിക്ക് ഭയങ്കര, കാരണം അവര് ആ പറയുന്ന വാക്കുകൾ നമുക്ക് ഭയങ്കര ഫീൽ ചെയ്യുവേ. നമുക്ക് ഭയങ്കര ഫീലാ. അപ്പൊ ഞാൻ ശരണ്യനെ വിളിച്ചത് എന്റെ കാര്യത്തിനല്ല. ഇങ്ങനൊരാള് ഈ ഭൂമുഖത്ത് ജീവിച്ചിരിക്കുന്നു. ഒറ്റ മിനിറ്റ്. ഇത് ഞാൻ ശരണ്യേക്കാൾ അപ്പുറമാണ്. അമ്മ എന്നെ ഞെട്ടിച്ചൊരു സംഭവം. ഇപ്പം അമ്മയുടെ ഒരു സ്റ്റേജ്, അമ്മയ്ക്ക് ആ ഒരു അസുഖത്തിന്റെ പേര് പറയാൻ താല്പര്യമില്ല. ഇപ്പൊ സ്റ്റേജ് 4 ആണ്. അവിടെയാണ് എന്നെ ഏറ്റവും കൂടുതൽ അമ്മ ഞെട്ടിച്ചു കളഞ്ഞൊരു സംഭവം. കാരണം ഞാനൊക്കെ തകർന്നു പോയി. ഇപ്പൊ 73ാമത്തെ വയസ്സിൽ ഇങ്ങനെ ഒരു സംഭവം എന്ന് പറയണത് നമ്മൾ ആരും ചിന്തിക്കുന്നില്ലല്ലോ. അപ്പോഴാണ് അമ്മ ഫുൾ ധൈര്യം, വരുന്നോടത്ത് വെച്ച് വരട്ടെ മോളെ, എന്നിട്ട് നമുക്ക് നോക്കാം. ആശുപത്രി ചെന്നിട്ടായാലും കരയും എന്ന് വിചാരിച്ചോടത്ത് അമ്മ കരഞ്ഞിട്ടില്ല. അതാണ് അമ്മയുടെ ഏറ്റവും വലിയ സ്ട്രോങ്. അതായത് ഞാൻ കരയുമ്പോ, എൻ്റെ മക്കൾക്ക് വിഷമിക്കുമ്പോ, ഹസ്ബൻഡ് വിഷമിക്കുമ്പോ, വരുന്നോടത്ത് വെച്ച് കാണാടാ. അമ്മയുടെ ഒരു സ്ലാങ് അതാണ്, വരുന്നോടത്ത് വെച്ച് കാണാടാ. ഇതിപ്പോ എല്ലാവർക്കും വരണില്ലേ, കുഞ്ഞുകുട്ടികൾക്ക് വരണില്ലേ. ഞാൻ ഇത്ര എൻ്റെ മോളെ പേരക്കുട്ടി 2 മക്കളെയും ഇത്രയും ആക്കിയില്ലേ. ഞാൻ എൻ്റെ ലൈഫിലെല്ലാം ഞാൻ കണ്ടു. ഇനി വരുന്നോടത്ത് വെച്ച് കാണാം. എനിക്ക് ലൈഫ് എൻ്റെ ബോണസാണ്. അതാണ് ആശുപത്രി ചെന്ന് ഡോക്ടറുടെ അടുത്തും പറയുന്നത്, എൻ്റെ അടുത്തും പറയുന്നത്. ഞങ്ങള് തളർന്ന ഒരു സമയത്ത് അതുവരെ അച്ഛൻ്റെ പുറകില്, അച്ഛൻ എൻ്റെ 18ാമത്തെ വയസ്സിൽ മരിച്ചതാണ് നിന്ന നിപ്പില്. അന്ന് തൊട്ട് ആ 18 വയസ്സ് വരെയും അച്ഛൻ്റെ വാല്, അച്ഛൻ എവിടെ പോകുന്നോ, അച്ഛനൊരു സ്റ്റെപ്പ് തെറ്റിച്ചാൽ ഞങ്ങളും തെറ്റിക്കും. ചുറ്റുപാടൊന്നും നോക്കില്ല. അച്ഛൻ ഇങ്ങോട്ട് പോകുന്നോ അവിടേക്ക് ഞാനും എൻ്റെ അമ്മയും. എനിക്ക് 17 വയസ്സുണ്ടെങ്കിലും എൻ്റെ ഇന്നർ വരെ ആ അളവിന് അച്ഛനോട് പറഞ്ഞിട്ടൊന്നുമല്ല, അച്ഛനാണ് മേടിച്ചു തരുന്നത്. എൻ്റെ തലയിലിടുന്ന ക്ലിപ്പാണെങ്കിലും എനിക്ക് ഇത്തറ്റ മുടി ഉണ്ടായിരുന്നു. ആ മുടിക്കുള്ള ക്ലിപ്പ് അമ്മയ്ക്ക് അടുക്കളയിലേക്ക് സാധനം തീർന്നത് അമ്മ അറിഞ്ഞിട്ടുണ്ടാവില്ല. അച്ഛൻ അത് കണ്ടറിഞ്ഞ് വരുമ്പോ പറയും, അയ്യോ ചേട്ടാ ഞാൻ പറയാതിരിക്കായിരുന്നു, പഞ്ചസാര തീർന്നിരിക്കായിരുന്നു. അങ്ങനെ ഒരു അച്ഛനായിരുന്നു. അച്ഛൻ ഉച്ചവരെ ജോലിക്ക് പോയി. ഉച്ച കഴിഞ്ഞിട്ട് അച്ഛൻ വന്നു. 7 മണി ആയപ്പോഴത്തേക്കും അച്ഛനൊരു ശ്വാസം പോലെ വന്നിട്ട്, പിന്നെ അച്ഛൻ ക്വാർട്ടേഴ്സിൽ കയറി. വീട്ടിലോട്ട് കയറിയിട്ടില്ല. ഞങ്ങൾ കായംകുളത്തായിരുന്നു. ഞാൻ പഠിച്ചത് 5ാം ക്ലാസ് മുതൽ പഠിച്ച് ഡിഗ്രി വരെ പഠിച്ചതും കായംകുളത്തായിരുന്നു. അച്ഛന് ജോലി സംബന്ധമായിട്ട് ഞങ്ങൾ അവിടെയായിരുന്നു. പിന്നെ അച്ഛൻ ആ ക്വാർട്ടേഴ്സിലോട്ട് കയറിയില്ല. 7:30 ആയപ്പോഴത്തേക്കും 5 മിനിറ്റ് എല്ലാം കഴിഞ്ഞു. അറ്റാക്കായിരുന്നു. പിന്നെയുള്ളൊരു ലൈഫ് എൻ്റെ അമ്മയുടെ ഒരു സ്ട്രഗിൾ അതിന് മുമ്പ് അച്ഛനുള്ള സമയത്ത് ഉണ്ടായിരുന്നു. ഞങ്ങൾ 3 പേരും കൂടെ ആത്മഹത്യ ചെയ്യാം എന്നുള്ളൊരു രീതിയിൽ വരെ ഞാനും എൻ്റെ അച്ഛനും അമ്മയും എത്തിയതാണ്. ട്രെയിനിന്റെ മുന്നിൽ നമുക്ക് തീർക്കാം. എന്തേ അങ്ങനെയൊക്കെ?
അല്ല കടമൊക്കെ കടമൊക്കെ ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. പിന്നെ നല്ല ഇവിടെ കടം. വീട്ടുകാരൊക്കെ ഭയങ്കര കാശുകാരാ. വരന്തരപ്പള്ളിയിലെ വീട് തൃശ്ശൂര്, ആരുടെ? അച്ഛൻ്റെ വീട്ടുകാർ. ഉം. അപ്പോൾ അവരുടെ ഒപ്പത്തിൽ നമുക്ക് അവിടെ വിശേഷങ്ങൾ വരുമ്പോഴും നമുക്ക് വരണം പോണം ഒക്കെ നമുക്ക് നമ്മള് പലിശ കാശ് മേടിച്ചിട്ടാവും നമ്മൾ വരുന്നേ. പലിശക്കട ഉണ്ടായിരുന്നു, നല്ല പലിശക്കട പലിശക്കട ഉണ്ടായിരുന്നു. അത് ഇപ്പൊ 1000 രൂപ മേടിച്ചാൽ അതൊരു കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് ഒരു 10 രൂപയായിട്ടുണ്ടാവും. കായംകുളത്ത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പലിശയാണ്. പിന്നെ അവർ വീട്ടിലേക്ക് വന്നു തുടങ്ങി, നമ്മുടെ വീട്ടിലേക്ക്. അച്ഛന് അന്ന് എണ്ണിച്ചുട്ട അപ്പം മാതിരി ഗവൺമെന്റ് ജോലി, ഞങ്ങളുടെ വീട്ടിൽ ഗവൺമെന്റ് ജോലി അച്ഛന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അത് ഒരു വിലയില്ലാത്തൊരു ഇതെന്ന് പറയത്തില്ല. ഗവൺമെന്റ് ജോലി ഉണ്ട്, പക്ഷെ എണ്ണിച്ചുട്ട അപ്പം, ഗൾഫുകാരുടെ പൈസയൊന്നും അല്ലല്ലോ. പിന്നെ അച്ഛൻ അത് റോള് ചെയ്യാൻ, ഞങ്ങളെ അറിയിക്കാതിരിക്കാൻ അച്ഛൻ പലിശയ്ക്ക് കടം മേടിക്കും. നമ്മുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടോ? ഉണ്ട്. പൈസ എവിടെയാന്നുള്ളത് നമുക്ക് ആ ചോദ്യം അച്ഛൻ പറയില്ല. നിങ്ങളുടെ രണ്ടുപേരുടെയും കാര്യം നടക്കുന്നില്ലേ? പക്ഷെ ഡിഗ്രി ഒക്കെ എത്തിയപ്പോഴത്തേക്ക് അച്ഛനെ എന്നെ പഠിപ്പിക്കാൻ പറ്റാണ്ടായി തുടങ്ങി. അപ്പൊ പറഞ്ഞു, മോളെ ഇനി എനിക്ക് എത്തില്ല പഠിപ്പിക്കാൻ. അപ്പൊ അവിടെ ഞാൻ പറഞ്ഞു, അമ്മ അതിനെന്താ അച്ഛാ, നമുക്ക് ഞാൻ അവിടെ തുണിക്കടയിൽ നിൽക്കാൻ, ഞാൻ സെയിൽസ് ഗേളായിട്ട് പോകണം, എനിക്ക് റെഡിയാണ്. എനിക്ക് അങ്ങനെ ഒരു, നമ്മളങ്ങനെ വന്നൊരു സിറ്റുവേഷനിൽ നിന്നാണ് ഞാൻ പോയിക്കോളാം അമ്മ, അച്ഛാ എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഡിഗ്രി കംപ്ലീറ്റ് ആക്കണം എന്ന് എനിക്ക് താല്പര്യമൊന്നുമില്ല. അച്ഛൻ 18ാമത്തെ പിറന്നാൾ കഴിഞ്ഞപ്പോൾ എന്തോ അച്ഛൻ മരിച്ചു, പക്ഷെ ആ ജോലി എനിക്ക് കിട്ടി. ഇപ്പോൾ 22 കൊല്ലമായി ഞാൻ റെയിൽവേ സർവീസിൽ കയറിയിട്ട് TT ആണ്. ഇപ്പോൾ ഞാൻ ചെന്നൈയിലാണ്. ഒരു 4-5 കൊല്ലത്തേക്ക് ഡെപ്യൂട്ടേഷനിൽ ഇവിടുന്ന് ഒരു 4-5 പേരെ ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് എന്നെ മാത്രമാണ് സെലക്ട് ചെയ്തത്. അപ്പം അങ്ങനെ അവിടെ ഡെപ്യൂട്ടേഷനിൽ ചെന്നൈയിലാണ്. പക്ഷെ അതുവരെ അച്ഛന്, ഞങ്ങൾ കായംകുളത്ത് നിന്ന് വെക്കേഷന് വരുമ്പോൾ തൃശ്ശൂർക്ക് ഇവിടെ വരണമല്ലോ, അച്ഛൻ്റെ അമ്മയുടെയും വീട് തൃശ്ശൂരാണ്. അപ്പം അച്ഛൻ എന്നെ AC കോച്ചിൽ കയറ്റാൻ, AC കാണിക്കണം, AC കോച്ചിൽ കയറ്റണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു. അച്ഛന് അതിൻ്റെ പാസ്സില്ല, നമുക്ക് AC കയറാനുള്ള പെർമിഷൻ ഇല്ല, സ്ലീപ്പർ കോച്ചിൽ തന്നെയാണ്. ഇന്ന് ഓരോ യാത്രയിലും AC കോച്ചിൽ നമ്മൾ കയറുമല്ലോ, നമ്മൾ ചെക്കിങ്ങിനായാലും എല്ലാത്തിനും ട്രാവൽ ചെയ്ത് വരുമ്പോൾ AC പാസ്സാണ്. ഓരോ നിമിഷവും അച്ഛനെ ഓർക്കാണ്ട് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റില്ല. അച്ഛൻ TT-മാർ വരുമ്പോൾ സല്യൂട്ട് അടിക്കും നിന്നിട്ട്, സ്ലീപ്പർ കോച്ച് വരുമ്പോൾ നിന്നിട്ട് സല്യൂട്ട് അടിക്കും. പാസ്സാണ്, തൃശ്ശൂർ വരെയാണ്. അവർ, അതായത് TT-മാർ ആ പാസ്സിൽ ഒപ്പിട്ട് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അതിനകത്ത് വാലിഡിറ്റി ഇല്ല. പക്ഷെ നമ്മൾ അങ്ങനെയാണ്. അച്ഛൻ TT-മാരെ അങ്ങന്ന് കാണുമ്പോഴേ ഇങ്ങന്ന് ചാടി എണീറ്റ് നിന്നിട്ട് പറയും, ഫാമിലി ഉണ്ട്, തൃശ്ശൂർ വരെയാണ്. അതിപ്പോ ഇന്ന് ഓരോ റെയിൽവേക്കാരും നമ്മളെ കാണുമ്പോൾ അങ്ങനെ തന്നെയാണ്. കാരണം നമുക്ക് പെർമിഷൻ വേണമല്ലോ. ഇപ്പൊ മോളോട് ചെയ്യുന്നു. അതിപ്പോ അച്ഛന്റെ കൂട്ടുകാരന്മാരായാലും ഇപ്പൊ റിട്ടയർ ആയി പോയി എല്ലാവരും. പക്ഷെ ഞാൻ കയറുന്ന സമയത്തൊന്നും കുറെ പേര് റിട്ടയർ ആയിട്ടുണ്ടായിരുന്നില്ല. അവര് വരുമ്പോഴും രവിയുടെ മോളല്ലേ, ഞാൻ അച്ഛന്റെ കൂട്ടുകാരനാണ്. അതില് ഈ പലിശയ്ക്ക് തന്നിരുന്ന അങ്കിളുമാര് വരെ ഉണ്ടാവും. നമുക്ക് അവർ ആരോടും വിരോധമില്ല. അവരും അച്ഛൻ്റെ ഒരു അവസ്ഥ ഇതാക്കിയിട്ടാണ് അവർ കൊടുത്തത്, അത് പലിശയ്ക്ക് കൊടുത്തു എന്ന് മാത്രം. പക്ഷെ അത് നമ്മളെ ഒരു നാഴി അരി അച്ഛൻ മേടിച്ചോണ്ട് വരുന്നത് കാത്ത് ഞങ്ങൾ ഇരുന്നിട്ടുണ്ട്. കാരണം വീട്ടിൽ വേറെ ഇല്ല, നമ്മുടെ ആ കായംകുളത്ത് താമസിക്കുമ്പോൾ നമുക്ക് വേറെ ഇല്ല. പിന്നെ അരി എന്ന് പറയണത് അവിടെ ഗുഡ്സ് വരുമായിരുന്നു. റെയിൽവേയുടെ ഗുഡ്സ് വരുമ്പോൾ അരിച്ചാക്കുകൾ ഇറങ്ങും. അപ്പൊ അവരൊരു കൊളുത്തിട്ടിട്ട് ഇങ്ങനെ പൊട്ടിക്കുമ്പോ ആ കൊളുത്തിന്ന് അരി വീഴും. കൊച്ചുങ്ങൾ അരി ആയാലും ഗോതമ്പായാലും വീഴും. അത് പെറുക്കി എടുത്തിട്ടുണ്ട്. അത് പെറുക്കി അമ്മയ്ക്ക് മുറത്തിൽ ചേർല പണി. ആ മുറത്തിൽ ചേർത്തിട്ട് ഒരു നീല ഡ്രംസ് ഉണ്ടാവും, അച്ഛൻ കൊണ്ടുവന്നിട്ടുണ്ട്. ആ നീല ഡ്രംസില് ഞങ്ങൾ നിറച്ചു വെക്കും ഈ അരിയും ഈ ഗോതമ്പും. നിലത്തുനിന്ന് എടുത്തതല്ലേ, കല്ലുണ്ടാവും, മണ്ണുണ്ടാവും, ഒക്കെ ഉണ്ടാവും. നമുക്ക് പക്ഷെ വേറെ വഴിയില്ല. നമുക്ക് അത് വലുതാണ്. അച്ഛൻ റെയിൽവേയിലായിരുന്നു. ചെറിയ ശമ്പളം ഉള്ളന്നൊക്കെ, ചെറിയ ശമ്പളം. നമുക്കന്ന് പലചരക്ക് മേടിക്കാനൊന്നും ഉള്ള പാങ്ങില്ല. ഇപ്പൊ ഞാനിപ്പോ ലക്ഷങ്ങൾ ശമ്പളം മേടിക്കുന്ന ഒരാളാണ്, ഞാൻ തുറന്നു പറയാം. പക്ഷെ അന്നൊന്നും നമുക്കതില്ല. ഇന്ന് എന്റെ മക്കള് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കുക പോലും ഇല്ല, അമ്മ ഇങ്ങനെ ഒരു ലൈഫിൽ കുട്ടികൾക്ക് അറിയൂല. ഇത് കുറച്ചൊക്കെ അറിയാം, പക്ഷെ ഇങ്ങനത്തെ ഇതൊക്കെ ഒന്നും നമുക്കറിയില്ല. ഇപ്പൊ ദിവ്യ അമ്മ അച്ഛൻ എന്ന് പറയുന്നു. അവിടേക്ക് പോവാനേ, അങ്ങോട്ട് പോവാൻ നമുക്ക്. അത് തന്നെ. അല്ല, എനിക്കത് മനസ്സിലാവും. അമ്മ അച്ഛൻ എന്ന് പറയുമ്പോ തന്നെ എന്റെ ലൈഫ് ഇവർക്ക് വേണ്ടിയാണ്, അമ്മയുടെ ലൈഫ് എനിക്ക് വേണ്ടിയിട്ടാണ്. എനിക്ക് അതിനപ്പുറത്തോട്ട് വല്യമ്മ വല്യച്ഛൻ എന്ന് പറയാൻ എനിക്ക് താല്പര്യമില്ല. ശരിക്കും എൻ്റെ അമ്മ നോർത്ത് ഇന്ത്യൻ ആണ്, അച്ഛൻ എൻ്റെ അച്ഛൻ്റെ അനിയനാണ്, അനിയന്റെ മകളാണ് ഞാൻ. ശരിക്കും അതായത് ഇവിടത്തെ അച്ഛന്റെ അനിയന്റെ മകളാണ് ഞാൻ. അതായത് എൻ്റെ പപ്പയുടെ ലവ് മാരേജ് ആയിരുന്നു. മമ്മി ബംഗാളി ആയിരുന്നു. എപ്പോഴും ഉണ്ടാവുള്ളൂ കേട്ടോ. ഉണ്ട്, മമ്മി നാഗപ്പൂരാണ്, മമ്മി ബംഗാളി ആയിരുന്നു.
അങ്ങനെ പപ്പയ്ക്ക് അവിടെ ഈ ഇലക്ട്രിസിറ്റിയുടെ വർക്ക് കോൺട്രാക്ട് വർക്കായിരുന്നു. അങ്ങനെ ഇവിടുന്ന് പണ്ടത്തെ ആൾക്കാർക്ക് ഈ നാട് വിട്ടു പോവാന്ന് പറഞ്ഞ സംഭവമില്ല. അങ്ങനെ എന്റെ പപ്പ നാട് വിട്ടു പോയിട്ട് കോർബ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. സാരണി കോർബ. അങ്ങനെ അവിടുന്ന് മമ്മീനെ, എന്റെ മോളുടെ പ്രായം 17 വയസ്സില്, മമ്മിക്ക് 17 വയസ്സില് മമ്മിയും കൊണ്ട് നാട്ടിലേക്ക് വന്നതാണ്. അന്ന് ഞാൻ 5 മാസം ഗർഭിണിയാണ്. ഞാൻ മീൻസ് മമ്മിയുടെ വയറ്റിൽ ഞാനുണ്ട്. ഇവിടെ വന്നു, മമ്മീനെ ഇവിടെ ആക്കിയിട്ട് പപ്പ വീണ്ടും പോയി നാട് ചുറ്റാൻ പോയി. ഈ മലയാളം അറിയില്ല, ഹിന്ദി അല്ല, ഹിന്ദി കുറച്ച് അറിയും. മമ്മിക്ക് ബംഗാളിയാണ് അധികം, ബംഗാളി മറാഠിയാണ് അധികം. അച്ഛൻ 7 മക്കളാണ്, 6 ചേട്ടനിയന്മാര്, ഒരു പെങ്ങള്, അങ്ങനെ 7 മക്കളാണ്. ആ വലിയ തറവാട്ടിലേക്ക് ഈ ഹിന്ദിക്കാരി മമ്മീനെ ആക്കിയിട്ട് പപ്പ പോയി. പിന്നെ സ്വന്തം മോളെ 7 മാസമായിട്ടാ വന്നെ. പിന്നെ എനിക്ക് 7 മാസം ഉള്ളപ്പോഴാണ് പപ്പ വരുന്നത്. മമ്മിക്ക് 5 മാസം ഗർഭിണിയായപ്പോ പപ്പ പോയിട്ട് പിന്നെ നോക്കി വളർത്തി ഉണ്ടാക്കിയത് അമ്മേനെ അന്ന് കല്യാണം കഴിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. വീട്ടില് പിന്നെ കുറെ വല്യമ്മമാരൊക്കെ ഉണ്ടായിരുന്നു, അവരെല്ലാരും കൂടെ വളർത്തി ഉണ്ടാക്കി. 7 മാസം പ്രായമായിപ്പോ വന്ന് കൊണ്ടുപോയി, എന്നെ വന്ന് കൊണ്ടുപോയി. അപ്പൊ ഞാൻ കരഞ്ഞു. എന്റെ കല്യാണം കഴിഞ്ഞ അന്ന് 10 വർഷമൊക്കെ ആയിട്ടുണ്ട്, മക്കളില്ലായിരുന്നു. അപ്പൊ അനിയൻ പറഞ്ഞു, ഈ മോള് ചേച്ചിക്കുള്ളതാ, വിഷമിക്കരുത്. കൊണ്ടുപോയോ? കൊണ്ടുപോയി, എന്നെ പിന്നെ ഞാൻ വരുന്നത് 5 വയസ്സിലാ. ഓ, ബംഗാളിലേക്ക് കൊണ്ടുപോയോ? അല്ല, നാഗ്പൂരല്ല, കോർബ. എന്നെ അന്ന് കൊണ്ടുപോയി. എന്നിട്ട് കൊണ്ടുപോയിട്ട് എന്നെ പറഞ്ഞ്, എനിക്കതൊന്നും ഓർമ്മയില്ല, എല്ലാരും പറഞ്ഞിട്ടുള്ള അറിവ് മാത്രമേ ഉള്ളൂ. 7 മാസം എന്നൊക്കെ പറഞ്ഞാൽ നമുക്കൊന്നും ഓർമ്മയില്ലല്ലോ. പിന്നെ അവിടെ ചെന്നാലും പപ്പ എന്നെ പറഞ്ഞു പഠിപ്പിക്കുന്നത്, മോളുടെ അച്ഛനും അമ്മയും നാട്ടിലാണ്, അവിടെ ഉള്ളതാണ് മോളുടെ അച്ഛനും അമ്മയും. അത് മമ്മിയും പപ്പയും. എന്റെ ശരിക്കുള്ള എനിക്ക് ജന്മം നൽകിയത് മമ്മിയും പപ്പയും, ഇവർ രണ്ടുപേരും എന്റെ അച്ഛനും അമ്മയും. അപ്പൊ നാട്ടിൽ വന്നു. എന്നെ 5 വയസ്സില് കാപ്പിൽ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, വർക്കല കാപ്പില്, ട്രിവാൻഡ്രം. അവിടെ ഒരു വീട്ടിലാണ് അമ്മയും അച്ഛനും അന്ന് ജോലിയായിട്ട് ഒരു വാടക വീട്ടിലാണ് താമസിച്ചിരുന്നത്. ഇന്നും ആ വീടിനെ കുറിച്ച് ചിന്തിക്കാത്തൊരു സമയം നമ്മുടെ ലൈഫിൽ. അവിടെ ആദ്യം വരുന്നവള് ആ വീട്ടിലോട്ട്, ആ നിറഞ്ഞ വീട്ടിലോട്ടാണ് 5 വയസ്സിൽ ഞാൻ അച്ഛ അമ്മ എന്ന് പറഞ്ഞ് ഓടി ഗേറ്റ് തുറന്നങ്ങ് വരിക. വലിയ മുറ്റൊക്കെ ഉണ്ട്. എന്നിട്ട് പപ്പയും മമ്മിയും തിരിഞ്ഞു പോകുമ്പോ എനിക്ക് സങ്കടമൊന്നുമില്ല. ഞാൻ എന്റെ അച്ഛന്റെ അമ്മയുടെ അടുത്തേക്കല്ലേ വന്നേക്കുന്നത്. ഞാൻ ടാറ്റയൊക്കെ കൊടുത്താ പോയിക്കോ, ഞാൻ ഇവിടെ സെറ്റാണ്. അത് കാരണം അങ്ങനെയാണ്. അതായത് ആ പപ്പയുടെ അച്ഛൻ്റെ ബോണ്ടിങ് അതുപോലെയായിരുന്നു. പപ്പയായിട്ട് ഞാൻ വളരെ ചുരുക്കം ഒരു 100 വാക്കുകളുടെ താഴെ മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ. പപ്പ അധികം സംസാരിക്കില്ലായിരുന്നു. നോക്കിയുള്ള സ്നേഹം മാത്രമേ ഉള്ളൂ. മോളെ ആ ഒരു വിളിയിൽ കഴിഞ്ഞല്ല, പിന്നെ സംസാരിക്കലില്ല. ഞാനും ഡിഗ്രി വരെ സംസാരിക്കലില്ലായിരുന്നു, വളരെ കുറവായിരുന്നു എന്റെ സംസാരം. പിന്നെ ഈ റെയിൽവേയിൽ കയറിയതിന് ശേഷമാണ് ഈ സംസാരം തുടങ്ങിയത്. ഡിഗ്രി വരെയും എന്റെ വായിൽ നാവുണ്ടോന്ന് ചോദിക്കണം എല്ലാവരും. അതുപോലെയായിരുന്നു. അച്ഛന്റെ മരണശേഷം നമ്മുടെ ഈ ജോലിയിലോട്ട് കയറിയിട്ട് പിന്നെ അമ്മയ്ക്ക് ഞാൻ മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ സംസാരിച്ചില്ലെങ്കിൽ നമ്മുടെ ലൈഫ് അവിടെ സ്റ്റോപ്പ് ആവും എന്നുള്ളൊരു സമയം വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് സംസാരിക്കേണ്ടി വരുമല്ലോ. ഓരോ ഇത് കാണാം. അച്ഛനും പപ്പയും 6 മാസത്തെ ഗ്യാപ്പിൽ മരിച്ചു. അച്ഛൻ മരിച്ച് 6 മാസത്തെ 20ാമത്തെ പിറന്നാളിന്റെ സമയത്ത് പപ്പ മരിച്ചു. പിന്നെ അവിടെ എനിക്കൊരു അനിയത്തിയും ഒരു അനിയനും ഉണ്ട്. അവര് ജനിച്ചതും വളർന്നൊക്കെ നാഗപ്പൂരാണ്. അനിയത്തി കല്യാണം കഴിച്ചത് അവിടെ തന്നെ, അനിയനും കല്യാണം കഴിച്ചത് അവിടെ തന്നെ. വരും എല്ലാ വെക്കേഷനും. ഞങ്ങൾ അച്ഛനുള്ള സമയത്ത് മൊത്തം 8ാം ക്ലാസ് വരെ ഞങ്ങൾ നാഗപ്പൂര് പോവായിരുന്നു. ഇപ്പൊ അത് പിന്നെ എന്നാണ് ഇത് തിരിച്ചറിഞ്ഞത്? അന്നേ അറിയാലോ, ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള ഒരു സംഭവം ഇല്ല. എനിക്കറിയാം, അന്നേ പഠിപ്പിച്ചു വെച്ചത് അങ്ങനെയാണല്ലോ, അച്ഛനമ്മ എന്ന് പറഞ്ഞിട്ട് ഉള്ള ഒരു സംഭവത്തിൽ തന്നെയാണ് എന്നെ വളർത്തി വലുതാക്കി കൊണ്ടുവന്നത്. എന്നിട്ട് ഇവിടെ വരുമ്പോ അച്ഛന്റെ അമ്മയുടെയും കൂടെ സ്ഥിരമായപ്പോ ആൾക്കാർ പറയും, ഏയ് സുമുവിന്റെയും രവിന്റെയും കൂടെ ഉള്ള മോള് സുഗുണന്റെ മോളല്ലേ? ഞാൻ പറഞ്ഞു, അല്ല, ഞാൻ രവിന്റെയും സുമതിയുടെ മോളാണ്. എനിക്ക് ദേഷ്യം, പറയുന്നവരോട് എനിക്ക് ദേഷ്യമായിരുന്നു. ഞാൻ സുഗുണന്റെ മോളൊന്നും അല്ല. അന്ന് നമുക്ക് ചെറിയ കുട്ടിയല്ലല്ലോ, നമുക്ക് അറിയില്ലല്ലോ, അങ്ങനെ പറയാൻ പാടില്ല. അത് ഞാനൊരു അമ്മയായപ്പോഴാണ് അങ്ങനെ ഒരു ചിന്തിക്കുന്നതേ. അവര് ചെയ്തത് വലിയ കാര്യമാണ്. അവര് അങ്ങനെ ചെയ്തില്ലായിരുന്നുണ്ടെങ്കിൽ അമ്മ ശരിക്കും വേറെ ആരും അമ്മയ്ക്ക് ഉണ്ടാവില്ലായിരുന്നു. അമ്മ അതുപോലെ അച്ഛന്മാര് തമ്മിലുള്ള ഒരു ബോണ്ടിങ്. അതെ, അവരുടെ ആ പാലാപ്പറമ്പിൽ കുടുംബം എന്ന് പറയുന്നതിന്റെ ഒരു ബോണ്ടിങ്ങിന്റെ, അച്ഛന്മാര് മാത്രല്ല ആ കുടുംബം അവിടെ പറഞ്ഞില്ലെങ്കിൽ അത് വലിയ വിഷമാ. എനിക്ക് എൻ്റെ വീടിനേക്കാളൊന്ന് പറയാം, എല്ലാം തണലും അച്ഛൻ മരിച്ചിട്ടും എല്ലാ തണലും എല്ലാം ആയി നിന്നത് അവർ തന്നെയാണ്. അത്രയും സ്നേഹമുള്ള ഒരു അമ്മയായിരുന്നു.
അച്ഛൻ ഉണ്ടായിരുന്നില്ലേ അമ്മായിയമ്മ. ആ അമ്മായിയമ്മയുടെ കഴിവാണ് ആ മക്കൾ ഇത്രയും സഹകരണത്തിൽ ജീവിച്ചത്. അതിൽ ഏട്ടന്മാരും ഇപ്പം മരിച്ചു പോയിട്ടുണ്ട്, അവരുടെ ഭാര്യമാരുണ്ട്, 2 അനിയന്മാരും ഇപ്പോഴും ഉണ്ട്. ഇന്നും ഒരു വാക്കിനോ വിഷമത്തിനോ ഇട വന്നിട്ടില്ല. ഭയങ്കര സ്നേഹം അങ്ങോട്ടും ഇങ്ങോട്ടും, വളരെ സൗഹാർദ്ദത്തിൽ. എല്ലാ വീട്ടിലെ പോലെയല്ല, ആന്റിയും ഉണ്ട്. അതന്നെ ഞാൻ പറഞ്ഞത്, നല്ലൊരു നമ്മളിപ്പോ പറയും സ്വത്തിന് വേണ്ടി സ്വത്തിന് വേണ്ടിട്ടോ. അമ്മയുടെ വീട്ടില് ഏക്കർ കണക്കിന് സ്വത്തുണ്ടായിരുന്നു. പക്ഷെ എന്റെ അമ്മ അതൊന്നും വേണ്ടാന്ന് വെച്ചിട്ട് അച്ഛന്റെ കൂടെ ജീവിതം തുടങ്ങിയ ഒരാളാണ്. എന്റെ അച്ഛന്റെ അമ്മയുടെ പേർക്ക് 1 സെന്റ് ഭൂമി ഇല്ല. അച്ഛന്റെ വീട്ടിൽ നിന്ന് അച്ഛനൊന്നും മേടിച്ചിട്ടില്ല, അമ്മയുടെ കുടുംബത്തിൽ നിന്നും അമ്മ ഒന്നും മേടിച്ചിട്ടില്ല. ഞങ്ങൾ അങ്ങനെ 0 ബാലൻസിൽ നിന്ന് തുടങ്ങാന്ന് പറയില്ലേ, ലൈഫിനെ കരുപിടിപ്പിച്ച് ഇപ്പൊ കാണുന്നവർക്ക് പറയും, ഓ എന്താ റെയിൽവേയില് ചേട്ടൻ ലോക്കോ പൈലറ്റ്, ഭാര്യ ടിടിമാരെ ഇഷ്ടം പോലെ സമ്പാദിക്കുന്നുണ്ട്. പക്ഷെ ഈ സമ്പാദിക്കുന്നതിന് മുമ്പ് ഞങ്ങൾക്കൊരു ലൈഫ് ഉണ്ടായിരുന്നു. അതിപ്പോ നമ്മള് അങ്ങനെ നമുക്ക് കാണിക്കാൻ പറ്റൂലല്ലോ. അത് എന്നെ അടുത്തറിയുന്നവർക്കും എന്റെ ഫാമിലിക്കും എന്റെ കുറച്ച് സുഹൃത്തുക്കൾക്കും ചിലപ്പോ ഇത് പറയുമ്പോഴേ അറിയണ്ടാവുള്ളൂ, വേറെ ഒന്നും അറിയില്ല. അമ്മയുടെ മോള് എങ്ങനെയാന്നുള്ളത് പലർക്കും അറിയാം, ഇങ്ങനെയുള്ളൊരു മോളാണെന്ന് എല്ലാവർക്കും അറിയാം. അച്ഛൻ എന്റെ 7ാമത്തെ മാസത്തില്, ഞാൻ 7ാമത്തെ മാസത്തിൽ എന്നെ കൊണ്ടുപോയില്ലോ, അന്ന് അച്ഛൻ ഞങ്ങൾക്ക് റെയിൽവേ പാസില് ഇപ്പോഴത്തെ പോലത്തെ കാര്യങ്ങളൊന്നും ഇല്ല. അച്ഛൻ ജീവിച്ചാലും അച്ഛൻ മരിച്ചാലും ഇല്ലെങ്കിലും ആ പാസിൽ പേര് ചേർത്ത് കഴിഞ്ഞാൽ ആ ജോലി അമ്മ എടുത്തില്ലെങ്കിൽ അത് ആ പാസിലുള്ള മകൾക്കാണ്, അല്ലെങ്കിൽ മകനാണ്. അച്ഛൻ ഒന്നും അറിയാണ്ട്, അഡോപ്റ്റഡ് ഒന്നല്ല, മകളെന്ന ദിവ്യ പി രവീന്ദ്രൻ. അച്ഛന്റെ പേര്, പപ്പയുടെ പേര് സുഗുണൻ. എന്റെ അച്ഛന്റെ ശരിക്കുള്ള പപ്പയുടെ പേര് സുഗുണൻ എന്നാണ്. എന്റെ വിദ്യാ പി സുഗുണനാണ് എന്റെ അനിയത്തി, ദീപക് പി സുഗുണനാണ് എന്റെ അനിയൻ. എന്റെ അച്ഛൻ അന്ന് 7ാം മാസത്തിൽ എന്നെ കൊണ്ടുവരുമോന്ന് പോലും അറിയത്തില്ല, 2 പേർക്കും അറിയത്തില്ല, അച്ഛനും അമ്മയ്ക്കും അറിയത്തില്ല. അന്ന് ആ പാസിൽ അച്ഛൻ ദിവ്യ പി രവീന്ദ്രൻ എന്ന് പറഞ്ഞിട്ട് എന്റെ പേര് റെയിൽവേയിൽ മൊത്തം ആഡ് ചെയ്തതാണ്. ഞാൻ വന്നാലും വന്നില്ലെങ്കിലും അച്ഛന്റെ മകളാണ്. അതുകൊണ്ട് അത് അനിയൻ കൊടുത്ത വാക്കാണ്. 5ാമത്തെ വയസ്സിൽ ഞാൻ വന്നു. അമ്മ ഈ 7ാമത്തെ മാസത്തില് കൊണ്ടുപോയില്ലേ ദിവ്യേനെ? അതുവരെ അമ്മയായിരുന്നു നോക്കിയത്. എനിക്ക് പാലൊന്നും തന്നിട്ടില്ല മമ്മി. അവൾക്ക് അറിയില്ല, അവള് അറിയില്ല, 17 വയസ്സല്ലേ ഉള്ളൂ, ഭാഷ അറിയില്ല. കുളിച്ചു വന്നിട്ട് അമ്മക്ക് പറയുന്നത് ഉള്ളിൽ കയറി കിടക്കുത്രേ, പിന്നെ അവിടുന്ന് എണീക്കൂല. എന്നോട് പറയും, ചേച്ചിയെ കൊടുത്തോ വിശക്കുണ്ടെങ്കിൽ. എന്നിട്ട് രാത്രി അമ്മൂല് കലക്കി കൊടുക്കുക. അന്നൊക്കെ ഓല ചൂട്ടൊക്കെ വെച്ച് കത്തിച്ചിട്ടാ ചൂടാക്കണ വെള്ളമൊക്കെ. ഗ്യാസ് ഇല്ല, സ്റ്റൗവില്ല, ഒന്നും ഇല്ലായിരുന്നു അന്നൊക്കെ. അട്ട് കാച്ചി ഇതിന്റെ വിശപ്പ് മാറ്റാൻ കൊടുക്കും. വെളുക്കുമ്പോഴത്തേക്ക് 40 ദിവസം ആകുമ്പോഴേക്കും 6 ബിസ്ക്കറ്റ് കലക്കി കൊടുക്കും. വിശന്നിട്ടേ അറിയുക. അവൾക്ക് പിന്നെ 2 കുട്ടികളെ അവള് പ്രസവിച്ചു. അവിടെ പ്രസവിച്ചത് അവള് നല്ലപോലെ പാൽ കൊടുത്തു നോക്കി. ഇതിന് അവൾക്ക് അറിയില്ല, ചെറിയ പെണ്ണല്ലേ, പിന്നെ ഭാഷ അറിയില്ലല്ലോ. ഭർത്താവാണെങ്കിൽ പോയിട്ട് ഒരു അഡ്രസ്സും ഇല്ല. എന്നിട്ട് കരച്ചിലാ, ഈ കുട്ടീനെ മടിയിൽ വെച്ച് എന്നും കരയും. അപ്പൊ എന്റെ അച്ഛനില്ലേ കള്ളെഴുത്ത് അച്ഛൻ കള്ളെഴുത്ത് വായിക്കാനൊന്നും അറിയില്ലല്ലോ. ഇല്ലന്റ് മേടിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ എഴുതി വെച്ചിട്ട് കാഞ്ചന, എന്റെ മമ്മിയുടെ പേര് കാഞ്ചന, കാഞ്ചന സുഗുണന്റെ ലെറ്റർ വന്നിട്ടുണ്ട് എന്ന് പറയും. അപ്പോഴത്തേക്കും മമ്മി ഓടി വരും, ലെറ്റർ അല്ലേ പപ്പയുടെ അല്ലേ. എന്നിട്ട് പ്രിയപ്പെട്ട കാഞ്ചനെ അറിയാൻ. പിന്നെ എന്റെ അച്ഛൻ നിമിഷ കവിയാണ്, ഓൺ ദ സ്പോട്ട് ആള് ഡയറക്ട് പിന്നെ അവൾക്ക് സീൽ അറിയില്ല, അത് എഴുതി അറിയില്ലല്ലോ. എന്താന്നുള്ളത് മമ്മിയുടെ അടുത്ത് വായിക്കാൻ പറഞ്ഞ മമ്മിക്ക് അറിയില്ലല്ലോ. അച്ഛൻ കള്ളെഴുത്ത് അങ്ങ് വായിക്കാൻ തുടങ്ങും. പ്രിയപ്പെട്ട കാഞ്ചിനെ അറിയാം, ഞാൻ ഇവിടെ സുഖമായിട്ടിരിക്കുന്നത്, ഈ കുഞ്ഞു സുഖമാണോ. എന്നിട്ട് ഇവരൊക്കെ കുളിമുറി പോയി വിളിക്കത്രേ വെളിയില്. ചിരിച്ചു കഴിഞ്ഞാൽ പോയില്ലേ, മമ്മി ഭയങ്കര ബുദ്ധിയാ. ഇവര് ചിരിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും നുണയാണ് പറയുന്നത്. അച്ഛൻ അങ്ങനെ പോയത്, അച്ഛൻ അവിടെ എന്തായിരുന്നു ജോലി? അല്ല പപ്പായിക്ക് പപ്പ കോൺട്രാക്ടർ ആയിരുന്നു, ഈ ഇലക്ട്രിസിറ്റിയുടെ പപ്പ നല്ല വർക്കറായിരുന്നു, ഭയങ്കര വർക്കറായിരുന്നു. 2-3 വർഷത്തെ വർക്ക് കിട്ടും, കുറെ ജോലിക്കാരൊക്കെ ഉണ്ടാവും. അത് കഴിഞ്ഞ് ഒരു വർക്ക് കഴിഞ്ഞ് പിന്നെ അടുത്ത വർക്ക് പിടിച്ചിട്ട് വേണം, സബ് എടുക്കണവരുടെ നിന്ന് കിട്ടിയിട്ട് വേണം. അതുവരെ ബുദ്ധിമുട്ടാ. പിന്നെ ഇവള് പഠിക്കേണ്ട സമയമായി. ആ ഒരു വർക്ക് കഴിഞ്ഞ സമയത്താണ് മോളെ 5 വയസ്സായപ്പോ പിന്നെ എൻ്റെ അടുത്ത് കൊണ്ടാക്കിയിട്ട് പോയത്. പിന്നെ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു അവന്. പോകാൻ നേരത്തെ അമ്മയുടെ അടുത്ത് പറഞ്ഞത്, അമ്മ ചേച്ചി സുമേച്ചി വേറെ ഒന്നും കൊടുത്തില്ലെങ്കിലും അവൾക്ക് നല്ല വിദ്യാഭ്യാസം തല കൊടുത്താവും പറയും. അമ്മയുടെ തല, സുമേച്ചിയുടെ തല അവൾക്ക് കൊടുത്താൽ മതി, വേറെ ഒന്നും ഞാൻ ചോദിക്കുന്നു. ബുദ്ധി കൊടുത്താൽ മതി. അവന് ഈ പുറം നാട്ടിൽ നിന്നിട്ടേ മലയാളം അല്ല ഹിന്ദി അല്ലാത്ത രീതിയിലായി തുടങ്ങി. അമ്മയുടെ 7ാം മാസത്തിൽ കുഞ്ഞിനെ കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഇപ്പൊ ഇങ്ങോട്ട് ഇപ്പം ദിവ്യ പറഞ്ഞല്ലോ കൊണ്ടുവരുമെന്ന് പോലൊരു
പറഞ്ഞിട്ടുണ്ട് എങ്കിൽ പോലും അമ്മയും അച്ഛനും അതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നു. സംസാരിച്ചിട്ടുണ്ട്. അച്ഛൻ പറയും, അച്ഛന് പ്രതീക്ഷയില്ല. ഞാൻ ഇവളുടെ ഒരു കമന്ന് കിടക്കണ ഫോട്ടോ എൻ്റെ ഒരു ഷെൽഫുണ്ട്, പണ്ടത്തെ മരലമാരി, അതിൻ്റെ ഉള്ളിൽ പതിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്കും വേറെ അനിയന് കല്യാണം കഴിഞ്ഞ് എല്ലാവർക്കും എന്നോട് ഭയങ്കര ഇഷ്ടമാണ്. കല്യാണം കഴിഞ്ഞ് അതിലൊരു കുട്ടി ഉണ്ടായി. ഇപ്പം അവൻ ഗൾഫിലാട്ടോ, അവന് 2 കുട്ടികളായി. അവൻ്റെ അമ്മ പറയേണ്ട അടുത്ത്, ചേച്ചി ലാലുവിനെ കൊണ്ടൊക്കെ ദിവ്യ ഇനി വരില്ല, ദിവ്യ മോളെ പ്രതീക്ഷിച്ചിരുന്നു. ഞങ്ങൾ അത്ര ഇഷ്ടമാണ്, സഹകരണമാണ് ഈ വീട്ടിലെ. അപ്പൊ പറയും, ചേച്ചി വെറുതെ ആ ഫോട്ടോ വെച്ച് നോക്കിയിരിക്കണ്ട, തറവാട്ടി വെച്ചിട്ടേ കാഞ്ചനേച്ചി പറഞ്ഞേക്കില്ല. ഇവിടെ മമ്മി സൂണേട്ടന് ഇഷ്ടമുണ്ട്, പക്ഷെ അവർക്ക് ഒരു മോളുള്ളതല്ലേ, അവര് പറഞ്ഞു വിടില്ല. ലാലുവിന് ഒരു കുട്ടിയുള്ളട്ടോ അവർക്ക്, ഏറ്റവും താഴെ അനിയന് ഒറ്റൊരു കുട്ടി ഉണ്ടായതാ. എന്നിട്ട് പറയുന്നതാ, ചേച്ചി ലാലുമോനെ കൊണ്ടൊക്കെ എനിക്ക് സമ്മതാന്ന്, അവളുടെ ഭർത്താവും ഗൾഫിലാന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു, വരട്ടെ, ഞാൻ നോക്കട്ടെ, ഇരിക്കട്ടെ, വന്നില്ലെങ്കിൽ വേണ്ട. പിന്നെ ഈ ഗൾഫുകാരൊക്കെ വരുമ്പോ നമ്മളോട് എല്ലാവർക്കും ഭയങ്കര കാര്യമാണ്. അപ്പോൾ കല്യാണം കഴിയാത്ത അനിയന്മാരുടെ പെട്ടിയൊക്കെ തുറക്കണതും സാധനങ്ങൾ എടുത്തു വെക്കണതും ഒക്കെ അമ്മ എന്നെ ഏൽപ്പിക്കും. അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടം എന്നോട്, അമ്മയ്ക്ക്. അപ്പോൾ അതിലത്തെ സാധനങ്ങൾ, എക്സ്ട്രാ വരുന്ന പീസുകൾ, സോപ്പ് സാധനങ്ങളൊക്കെ ഇവൾക്ക് ഞാൻ പാക്ക് ചെയ്ത് പോണവരുടെ കയ്യിൽ കൊടുത്തുവിടും. പിന്നെ വള, മാല, ക്യൂടെക്സ് അവള് അമ്മ കൊണ്ടുവന്നതാന്നുകൊണ്ട് ഈ കൊച്ചു ഹിന്ദിക്കാരി അവിടെ എല്ലാം ഇട്ട് കാണിച്ചു കിടക്കുന്നു. ക്യൂടെക്സ് എല്ലാം എടുത്ത് കൊടുക്കും. അങ്ങനെ കുട്ടിക്കും നാട്ടില് അമ്മയുണ്ട് എന്നുള്ള അത് വിട്ടിട്ടില്ല. LKG ആവാറായപ്പോൾ ഞാൻ ബുക്കും പെൻസിലും എല്ലാം മേടിച്ച് കൊടുത്തു വിടും. അങ്ങനെ ഒരു ജീവൻ, ഒരു അറ്റാച്ച്മെന്റ് അങ്ങോട്ട് നിൽക്കണ്ടായിരുന്നു, എപ്പോഴും മനസ്സിൽ വിടാതെ. വരില്ലേ, തർക്കങ്ങളൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട്, കാഞ്ചനയ്ക്ക് ബുദ്ധിമുട്ടുണ്ട് വിടാൻ, അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് അവർ വന്നു എൻ്റെ അടുത്ത്. വരുമ്പോഴാ അച്ഛമ്മ മുമ്പ് നിൽക്കുന്നുണ്ട്. ഞങ്ങൾ വലിയൊരു വീട്ടിലാണ് അവിടെ താമസിക്കുന്നു, വാടക വീട്ടിൽ. അപ്പോൾ ഗേറ്റിൽ നിന്ന് ഇങ്ങടെ ഇതുപോലെ നടന്നു വരണം. അപ്പോൾ ഞാൻ സ്റ്റെപ്പിൽ ഇറങ്ങിയിരിക്കുക. അമ്മ മുന്നിലേ ചെന്നു, അച്ഛമ്മയുടെ മോള് പറഞ്ഞിട്ട്. അപ്പോൾ ഇവള് അച്ഛമ്മയെ തട്ടി മാറ്റിയിട്ട് എൻ്റെ അടുത്തേക്ക് ഓടി, അമ്മ എന്ന് പറഞ്ഞു വന്ന് കെട്ടിപ്പിടിച്ചു ഇവള്. അതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്, കാരണം എനിക്ക് 5 വയസ്സുണ്ടല്ലോ. പിന്നെന്തുവാ, നാട്ടുകാർ കാണാൻ ഉള്ള ഉടുപ്പ്, കഴുകി വെച്ച ഉടുപ്പും കൂടി കഴുകി ഞാൻ അഴയിലിടും. ആൾക്കാർ കാണാൻ എനിക്ക് മോള് വന്നില്ല, കഴുകി എടുത്തു വെച്ച തുണികളും കൂടി എടുത്തിട്ട് വീടും. എനിക്ക് മോളായി. അവിടെ തെങ്ങണ്ടേ, നിറയെ തെങ്ങ്, ഇങ്ങനെ വലിയൊരു വളപ്പിലാ. ഭ്രാന്തായിരുന്നു അമ്മയ്ക്ക്. ഞാൻ വന്നതിന് ശേഷം ഭ്രാന്ത് എന്ന് പറഞ്ഞാലുണ്ടല്ലോ, അതിന്റെ അങ്ങറ്റത്തെ 13 വർഷമായി ഉണ്ടപ്പോഴേക്കും. അപ്പൊ നമ്മളൊരു അമ്മ വിളി കേൾക്കാൻ ഒരുപാട് കൊതിച്ചിട്ടുണ്ട്. ഇപ്പൊ അതിനു വേണ്ടി ഒരുപാട് പിള്ളേരെ ഞാൻ വളർത്തിയിട്ടുണ്ട്. വളർത്താത്ത പിള്ളേരില്ല എന്റെ വീട്ടിലായിട്ടും അച്ഛന്റെ വീട്ടിൽ 25 പിള്ളേരെങ്കിലും നമ്മൾ വളർത്തിയിട്ടുണ്ട്. എല്ലാം കുറെ കുട്ടികളെ വളർത്തിയിട്ടുണ്ട്. എല്ലാവർക്കും അമ്മ അത് പറഞ്ഞില്ലേ, ഞാൻ അമ്മ വിളി കേൾക്കാൻ നമ്മള് സ്ഥിരം ഓരോ ഫെർട്ടിലിറ്റി ക്ലിനിക്കുകൾ ഇങ്ങനെ കൂണ് പോലെ വരുവാണ്. അപ്പൊ എല്ലാവരുടെയും ആവശ്യം അവനവന്റെ രക്തത്തിലൊരു കുഞ്ഞ്, അവനവന്റെ രക്തത്തിലൊരു കുഞ്ഞെന്നാണ്. പക്ഷെ നമ്മൾ ഓരോ ദിവസവും, ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം കണ്ടത് ജാർഖണ്ഡ് സ്വദേശികൾ എറണാകുളം ഗവൺമെന്റ് ആശുപത്രിയിൽ ഒരു കുഞ്ഞിനെ കൊടുത്തു, നിധി എന്ന് പേരിട്ടതിനെ എടുത്തു. അപ്പം ഞാൻ പറയുന്ന ആർക്കും ഒരു ദത്തെടുക്കാനൊക്കെ ഭയങ്കര മടിയാണ്, കാരണം അവർക്ക് പേടിയാണ്. 2 കാര്യമുണ്ട്. ഒന്ന്, ദത്തെടുത്ത് അവനവൻ്റെ കുഞ്ഞല്ല, സമൂഹം അതിനെ എത്രയൊക്കെയാണല്ലോ ഇവളെ ദത്തെടുത്തല്ലേ. നമ്മളാണേലും മറ്റേ അനിയന്മാരൊക്കെ ഉള്ള പറയല്ലേ, ഇടി നിന്നെ ഞങ്ങൾ ആശുപത്രിയിൽ നിന്ന് മാറിയെടുത്തതാ, അല്ല എടാ നിന്നെ, എന്നോടൊക്കെ എൻ്റെ ചേട്ടായി പറഞ്ഞിട്ടുണ്ട്, നിന്നെ ഞങ്ങളുടെ കൊച്ചല്ല, അമ്മ അച്ഛന് വേറെ എടുത്തോണ്ട് വന്നതൊക്കെ അല്ലേ, പറയത്തില്ലേ. അമ്മനെ എന്നെ അമ്മയ്ക്ക് മാറിപ്പോയതാന്ന് തോന്നുന്നു, ആശുപത്രിയിൽ നിന്ന് മാറി എടുത്തോണ്ട് വന്നു. അതാ പറഞ്ഞത്. അതായത് എല്ലാവർക്കും അവനവൻ്റെ ബ്ലഡ് എന്നാണ് എപ്പോഴും. അത് എൻ്റെ രക്തത്തിലൊരു കുഞ്ഞ് വേണം, എൻ്റെ രക്തത്തിൽ. പക്ഷെ ഇവിടെ എത്രയോ കുഞ്ഞുങ്ങൾ അച്ഛനും അമ്മയും ഇല്ലാതെ ജീവിക്കുന്ന, ആർക്കും എടുത്ത്. ഞങ്ങൾക്ക് ഇനിയും ദത്ത് കിട്ടിയ, ഞാൻ പറഞ്ഞു അമ്മ റെയിൽവേ സ്റ്റേഷനിലൊക്കെ പോകുമ്പോൾ എവിടെയെങ്കിലും ഒരു കുഞ്ഞിനെ കാണണമെങ്കിൽ ഞാൻ എടുത്തോണ്ട് വരും കേട്ടോ എന്ന് പറയുമ്പോൾ പൊന്നുപോലെ സന്ദേശം കൊടുക്കാനുള്ളത് ആൾക്കാർക്ക്. പണക്കാരായ എത്രയോ ദമ്പതികൾ മക്കളില്ലാണ്ട് ഒരെണ്ണത്തിന് പുറത്തുനിന്ന്, ആ കുട്ടിക്കും അതൊരു നല്ല കാര്യമാണ്, ഈ എടുക്കുന്നവർക്കും അതൊരു താങ്ങാണ് അല്ലേ. അങ്ങനെ ചെയ്യാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷെ അത് പിന്നെ സ്വന്തം പ്രസവിച്ച മക്കളായാലും ഇങ്ങനെ എടുത്തവരായാലും വീട്ടിലുള്ള പ്രശ്നങ്ങൾ, അത് ജീവിതമാണ്, അത് ഉണ്ടാവും, അതൊക്കെ ഉണ്ടാവും. എന്നാലും നമുക്കൊരു താങ്ങായി, തണലായി. ഇപ്പം ഇങ്ങനെ ഒരു അസുഖം വന്നു, എന്നെപ്പോൾ എത്ര കെയർ ചെയ്യുന്നു, നമ്മളെ നോക്കുന്നു. പിന്നെ ജീവിതം വരുമ്പോൾ മുഴുവനും എപ്പോഴും നല്ല പെർഫെക്റ്റായി എല്ലാം ഇതായിട്ട് വരില്ല. അത് തന്നെ അമ്മ പറഞ്ഞ പോലെ ഇപ്പൊ നമ്മളുടെ സ്വന്തം ചോരയിലുള്ള മക്കൾ, എത്ര മക്കളെ അമ്മമാരെ നമ്മൾ അപ്പോഴാണ് നമുക്ക് കുറച്ചുകൂടെ വേദന. അയ്യോ എന്റെ മക്കൾ ഇതെന്നോട് ചെയ്തല്ലോ. ഒരു കുട്ടിക്ക് ഒരു ജീവിതം കൊടുത്താൽ എത്ര നല്ലതാ, അത് നല്ലതല്ലേ. അങ്ങനെ ഒരുപാട് ആൾക്കാർ ചെയ്യില്ല. മുതൽ മുഴുവനും കെട്ടിപ്പിടിച്ചിരുന്ന് ഭാര്യയും ഭർത്താവും തന്നെ ഇരിക്കും. രക്തത്തിലുള്ളതല്ലല്ലോ, അപ്പൊ പുറത്തുനിന്ന് എടുത്തിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെയുള്ളപ്പോഴാണ് അമ്മയൊക്കെ ഭയങ്കര മാതൃക. അമ്മ മാത്രമല്ല, ഇവള് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, ഞാൻ പറഞ്ഞിട്ടോന്നും അറിയില്ല.
ഇവര് കൊണ്ടുവരില്ല എന്നൊക്കെ വരണ് കാണാനില്ല. ഓരോ പ്രശ്നങ്ങളൊക്കെ പെണ്ണുങ്ങളല്ല അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. അവളുടെ മമ്മിക്ക് ചിലപ്പോൾ താല്പര്യമില്ല. അപ്പൊ അച്ഛൻ പറയും എന്തിനാടി നമുക്ക് ഒരെണ്ണം ദത്തെടുക്കാം, എന്നോട് പറയും. ഹോസ്പിറ്റലിലൊക്കെ ഇങ്ങനെ അന്ന് ഇത്രയും അന്നൊക്കെ പറയും. അപ്പൊ ഞാൻ പറയും വേണ്ട, എത്രയായാലും ചേട്ടന്റെ രക്തമല്ലേ, എന്റെ ഭർത്താവിന്റെ രക്തം അനിയന്റെ മോളല്ലേ, അവര് കൊണ്ടുവരട്ടെ, ഇല്ലെങ്കിൽ വേണ്ട, നമുക്ക് പുറത്തുനിന്ന് എടുത്തില്ല, നമുക്ക് ഇങ്ങനെ നോക്കാം. എൻ്റെ നിർബന്ധമായിരുന്നു ഇവള് തന്നെ മതി എന്നുള്ളത്. പിന്നെ വന്നില്ലെങ്കിലല്ല അപ്പം നോക്കാം എന്ന് പറഞ്ഞു ഞാൻ. അങ്ങനെയാണ് ഈ ജീവിതം മുന്നോട്ട് വന്നതും പോയതും. എനിക്ക് തോന്നുന്നു ദിവ്യ വന്നത് അമ്മയെ കഴിഞ്ഞ് കൂടുതൽ അച്ഛനാണെന്ന് തോന്നുന്നല്ലേ സന്തോഷിച്ചത്? സന്തോഷം എല്ലാവർക്കും തുല്യന്നെ. അവൾക്ക് അമ്മയ്ക്കായിരുന്നു കൂടുതൽ. അമ്മയ്ക്കായിരുന്നു കൂടുതൽ. അച്ഛൻ ഒരു വാക്ക് പറയേ, അച്ഛന് ഒന്നും എടുക്കണമെന്നില്ല, പുറത്തൊന്നുമില്ല അകത്തൊന്നുമില്ല. അച്ഛന്റെ ചിന്തകൾ അങ്ങനെ. അച്ഛൻ ജോലിക്ക് പോകുന്നു വരുന്നു, വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കണത് അമ്മയല്ലേ. ഞാൻ കൂടുതൽ അറ്റാച്ച്മെന്റ് വർത്താനം പറയണം, ഇങ്ങനെ ഇരിക്കണം. നമുക്ക് ഒരു ഇതില്ല, ഒരു അന്തമില്ല. പിന്നെ എവിടെ ചെന്നാലും നമ്മൾക്ക് അറിയാലോ, മക്കളില്ലെങ്കിൽ ആൾക്കാർ ചോദിക്കുകയും പറയും, എന്താ നോക്കിയില്ലേ, ചികിത്സിച്ചില്ലേ, ചോദ്യങ്ങൾ ഭയങ്കരമായിരുന്നു. ആളുകൾ കല്യാണം കഴിക്കുമ്പോ നിരന്തരമുള്ള ചോദ്യങ്ങൾ ഇതാണ്, കുഞ്ഞായില്ലേ, നിങ്ങളിൽ ആർക്കാ പ്രശ്നം? അതാണ് നമുക്കൊരു പ്രശ്നമില്ലായിരിക്കും. ആദ്യത്തെ ചോദ്യം നിങ്ങളിൽ ആർക്കാണ് പ്രശ്നം എന്നുള്ളതാണ്. ഇത് നമുക്കല്ല പ്രശ്നം. പിന്നെ ഇങ്ങനെ നമ്മൾ ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ ഒരുപാട് അടുത്തടുത്ത് ക്വാർട്ടേഴ്സുകളാണല്ലോ. അപ്പോൾ ഒരു വർഷം 2 വർഷം അല്ലെങ്കിൽ ഒരു 10 ദിവസം കഴിഞ്ഞിട്ടായാലും അമ്മയുടെ മനസ്സ് എൻ്റെ മനസ്സിൽ ഒന്നും ഇരിക്കാത്തതാ. ഓട്ടോമാറ്റിക്കായിട്ട് പറഞ്ഞു പോകും. എൻ്റെ ഹസ്ബൻഡിന്റെ അനിയന്റെ മോളാളോ എല്ലാ വിശേഷത്തിനും വരും. ഇപ്പൊ എനിക്ക് ഈ വയ്യാണ്ടായിട്ട് വരും ചെയ്യും, എന്നെ കൊണ്ട് ആവുന്നത്. അപ്പൊ നമുക്കല്ല പ്രശ്നം, അപ്പുറത്തെ ആൾക്കാർക്കാണ് പ്രശ്നം. ചെയ്യും ചെയ്യും അവർക്ക്. പിന്നെ ഞാനും അമ്മയും ഒരിക്കലും ഇങ്ങനെ അമ്മയല്ല ഞാൻ മോളല്ല എന്നുള്ള ഒരു സംഭവമൊന്നുമില്ല. വഴക്കിടാണെങ്കിൽ വഴക്ക്, അതായത് ഒരു അമ്മയും മോളും എങ്ങനെയാണ് നമ്മൾ അങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നതേ ഇല്ല. അങ്ങനെ ഒരു ചിന്ത ഇതുവരെയും വന്നിട്ടില്ല. വഴക്കിടുമ്പോ വഴക്കിടും, അതും ഇതൊക്കെ പറയും. സ്നേഹിക്കുമ്പോ അതുപോലെ സ്നേഹമാണ്. കാരണം എല്ലാവരെക്കാളും കൂടുതൽ സ്നേഹമാണ് അമ്മയ്ക്ക് എന്നോടും എനിക്ക് അങ്ങോട്ടും കൂടുതലാട്ടോ. സ്നേഹം കൂടുതലാണ്. ഞാൻ ഒരാളോട് ചോദിക്കും, ഡോക്ടർ വല്ലതും പറഞ്ഞിട്ടുണ്ടോ, ഡോക്ടർ ടൈം ലിമിറ്റ് വെച്ചിട്ടുണ്ടോ, നീ എന്താ എന്നെ ഇങ്ങനെ ഇത്രയും കെയറിങ് വരാൻ കാരണം എന്താന്ന് ചോദിക്കും ഞാൻ. ഒരുപാട് വല്ലതും പറഞ്ഞിട്ടുണ്ടോ, ഞാൻ കേൾക്കാതെ എന്നൊക്കെ ചോദിക്കും അവളുടെ അടുത്ത്. അങ്ങനെ കഥകളൊക്കെ അങ്ങനെയാ. അതിൻ്റെ ഇടയിൽ ഒത്തിരിയും കഥകളുണ്ട്. ആളെന്നോട് പറഞ്ഞു കല്യാണമൊക്കെ കഴിക്കാം, 1 വർഷം ജോലിക്ക് പോകാൻ പറ്റില്ല. ആ മനോഹരമായിട്ട് എങ്ങനെ പോയോ അതിൽ നിന്ന് ഞാൻ ഇങ്ങോട്ട് ഇറങ്ങിപ്പോകും. അതെല്ലാവർക്കും പറ്റില്ല. 6 മാസം കൊണ്ട് ഞാൻ ഇദ്ദേഹത്തിന് അടിച്ചു മാറ്റിക്കൊണ്ടു പോകുന്നു.